മാവേലിക്കര ചെങ്ങന്നൂർ പന്തളം പത്തനംതിട്ട റോഡിൽ നിത്യവും ടിപ്പർ അപകടം വിതയ്ക്കുന്നത് പതിവാണ്. മണ്ണ് കയറ്റി അമിത വേഗതയിൽ പായുന്ന ലോറികൾ കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കുമാണ് ഏറെ ഭീഷണി ഉയർത്തുന്നത്. മാവേലിക്കരയിൽ നഗരവാസികളെയും വാഹനയാത്രക്കാരെയും ഭീതിയിലാഴ്ത്തിയാണ് ടിപ്പർ ലോറികളുടെ മരണപ്പാച്ചിൽ നടക്കുന്നത്. ദിവസേന പുലർച്ചെ 3 മണി മുതൽ രാത്രി 12 മണി വരെയും ഇടതടവില്ലാതെയാണ് ഗ്രാവൽ കയറ്റിയ ടിപ്പറുകളും മറ്റ് ലോറികളും അമിത വേഗതയിൽ പായുന്നത്. മാവേലിക്കര ചെങ്ങന്നൂർ പന്തളം പത്തനംതിട്ട റോഡിൽ നിത്യവും ടിപ്പർ അപകടം വിതയ്ക്കുന്നുണ്ട്. മണ്ണ് കയറ്റി അമിത വേഗതയിൽ പായുന്ന ലോറികൾ കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും ഒരേപോലെ ഭീഷണിയാകുന്നു. ദേശീയപാത 66 നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോകുന്നവയും ഇതിന്റെ മറവിൽ മറ്റ് സ്വകാര്യ മണ്ണ് ലോബികളുടെ ബിനാമി ഇടപാടുകൾക്കായി പോകുന്നവയുമാണ് ടിപ്പർ ലോറികളിൽ അധികവുമെന്നാണ് അറിയുന്നത്. മണ്ണ് കൊണ്ടുപോകുന്നതിനോട് ആവശ്യമായ രേഖകൾ പോലും പല വാഹനങ്ങളിലും ഉണ്ടാവില്ല എന്നും പറയുന്നു. കൊച്ചാലുംമൂട്, കൊല്ലകടവ്, കുന്നം, ചാക്കോപ്പാടം, പൈനുമൂട്, കരയംവട്ടം, ജില്ലാ ആശുപത്രി ജംഗ്ഷൻ, പുതിയകാവ്, നടക്കാവ്, മിച്ചൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ അപകട മേഖലയായി മാറിക്കഴിഞ്ഞിട്ടും മാവേലിക്കര പോലീസും മോട്ടോർ വെഹിക്കിൾ വകുപ്പും നിസ്സംഗത തുടരുകയാണെന്ന് പൊതുജനങ്ങൾ പറയുന്നു. ജിയോളജി വകുപ്പ്, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൗനസമ്മതത്തോടെയാണ് ജില്ലയിലെ കിഴക്കൻ മേഖലകളിൽ നിന്നും അനധികൃതമായി മലയിടിച്ച് മണ്ണ് ഇങ്ങനെ കടത്തി കൊണ്ടുപോകുന്നതെന്നും ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെ ടിപ്പറിന്റെ അമിത വേഗത കാർത്തികപ്പള്ളി സ്വദേശിയുടെ ജീവനെടുത്ത സംഭവവും ഉണ്ടായിരുന്നു. നടക്കാവിൽ ഇരുചക്ര വാഹന യാത്രികനായ സുധേഷ് ചന്ദ്രനെ ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു. CDNet ന്യൂസ്, മാവേലിക്കര.